ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താണ് ദുശീലം? ഒരു ശീലം ദുശീലമായി മാറുന്നത് എപ്പോഴാണ്? ശരിക്കും ദുശീലം എന്ന് പറയുന്നത് നമ്മളെ കൂച്ചിക്കെട്ടുന്ന ഒരു ശീലയാണ്, ഒരു തുണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മെ കൂച്ചിക്കെട്ടിയിടുന്ന ഒരു ശീലയാണ് ദുശീലം. നമുക്ക് കാണാൻ സാധിക്കും, എത്രയോ വ്യക്തികൾ അവരാഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മ പിന്നെയും പിന്നെയും ചെയ്തു പോകുന്നു. ഒരു സഹോദരൻ എൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് പറഞ്ഞൊരു കാര്യം, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, കുടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടാത്ത ഈ പ്രവൃത്തി ചെയ്തു പോവുക. അവിടെ ഞാൻ പറഞ്ഞൊരു ശീലം ദുശീലമായി കഴിഞ്ഞാൽ അത് നമ്മെ കൂച്ചിക്കെട്ടുന്ന ഒരു ശീലമായിട്ട് മാറും. അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെയൊക്കെ വിളി എന്താ? നമ്മൾ ക്രിസ്ത്യാനികളാണ്, ദൈവമക്കളാണ്. എന്താ നമ്മുടെ വിളി? സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളി. സ്വാതന്ത്ര്യം, യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ വിളി എന്നുള്ളത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 5 1-ാമത്തെ വചനവും 13-ാമത്തെ വചനവും ഒന്ന് വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. സ്നേഹത്തിൽ സത്യം പറഞ്ഞ് ജീവിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അത് പറ്റാതെ ഇന്ന് പല ദുശീലങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സോഴ്സ് ഏതാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 കൊറിന്തോസ് 3:17 അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. നമ്മുടെ വിളി സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളിയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആത്മീയ ജീവിതം നയിക്കണം. കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ നമ്മൾ അടിമത്തത്തിലേക്ക് നയിക്കുന്നത് ശരിക്കും പാപമാണ്. കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. വിലാപങ്ങളുടെ പുസ്തകം 1:14 വായിച്ചാൽ ഒരടിമത്തം അവിടെ പറഞ്ഞിട്ടുണ്ട്, പാപത്തിൻ്റെ അടിമത്തം അത് അനുഭവിച്ച ഇസ്രായേൽക്കാർ. യോഹന്നാൻ 8:34 വായിച്ചാൽ പാപം ചെയ്യുന്നവൻ അടിമയാണ്, പാപത്തിന്റെ അടിമ, അവനിൽ സ്വാതന്ത്ര്യമില്ല, ദൈവം വസിക്കുന്നില്ല എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മെ അടിമത്തത്തിലേക്ക് നയിക്കാൻ ശക്തിയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റും. പാപം പോലെ തന്നെ പിശാചിന് നമ്മെ അടിമയാക്കാൻ പറ്റും. ലൂക്കാ 13:16 വചനം എടുത്താൽ 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഒരു സ്ത്രീയുടെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ലോകത്തിന് നമ്മെ അടിമയാക്കാൻ പറ്റും, ജഡത്തിന് നമ്മെ അടിമയാക്കാൻ പറ്റും. ചിലരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ മറന്നും കുടുംബത്തെ മറന്നും ലൗകിക ജീവിതം നയിക്കുന്ന വ്യക്തികളുണ്ട്. ജഡിക സുഖത്തിന്റെ പിന്നാലെ പരക്കം പായുന്ന വ്യക്തികളുണ്ട്. അവരൊക്കെ അടിമകളാണ്. ചില ദുശീലങ്ങൾ അവരെ വലിച്ചു കൂച്ചി കെട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. 2 തീമോത്തി 2-ാം അധ്യായം 26-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സാത്താൻ ചെയ്യുന്ന ഒരു കാര്യം ദൈവമക്കളെ അടിമകളാക്കും. എന്തിനാ? അവന്റെ ഇഷ്ടാനുസരണം അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ. ദൈവത്തിന്റെ ഇഷ്ടാനുസരണമല്ല, സാത്താന്റെ ഇഷ്ടാനുസരണം ദൈവമക്കൾ പ്രവർത്തിക്കണം. അതിനവരെ അടിമകളാക്കി വെച്ചിട്ടുണ്ട്. സുബോധം ഉണ്ടെങ്കിൽ നിനക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെട്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവത്തിൽ അനുഭവിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇനി നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴാണ് ശീലം ദുശീലമാകുക? നമുക്ക് ചില ശീലങ്ങൾ, പ്രാർത്ഥിക്കുന്ന ശീലമുള്ളവരുണ്ട്, അതിനകത്ത് ഒരു കുഴപ്പമില്ല. ശുശ്രൂഷ ചെയ്യുന്ന ശീലമുള്ളവരുണ്ട്, സത്യം പറയുന്ന ശീലമുള്ളവരുണ്ട്, അതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ പാപത്തിന്റെ കണ്ടന്റ് അത് വരുമ്പോഴാണ് ചില കാര്യങ്ങൾ, ചില ശീലങ്ങൾ ദുശീലമായിട്ട് മാറുക. അത് പല ടൈപ്പ് ദുശീലങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പാപത്തിന്റെ സാന്നിധ്യം അതാണ് ഒരു ശീലത്തെ ദുശീലമാക്കി മാറ്റുക. ഒരു 3 കാരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും. ശീലം ദുശീലമാകുന്നതിൻ്റെ 3 കാരണങ്ങൾ. ഒന്ന്, നമ്മുടെ ചിന്ത കാട് കയറിയാൽ പിന്നീട് പല ദുശീലങ്ങളിലേക്ക് അത് നമ്മളെ നയിച്ചെന്ന് വരും. മദർ തെരേസ പറഞ്ഞൊരു കാര്യം, വാച്ച് യുവർ തോട്ട്സ്. ചിന്തകളെ വളരെ വളരെ ശ്രദ്ധിക്കുക. കാരണം ചിന്തകളാണ് പിന്നീട് ഒരു പ്രവൃത്തിയായിട്ട് ശീലമായിട്ട് മാറുക. അതുകൊണ്ട് ചിന്തകളെ നിയന്ത്രിക്കാതിരുന്നാൽ അത് ദുശീലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാം. 2-ാമത്തെ കാര്യം, നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച ചില വേണ്ടാധീനങ്ങളുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. സഭാപ്രസംഗൻ 7:29 വായിക്കുമ്പോൾ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സരള ഹൃദയനായിട്ടാണ്, നേരെ ചൊവ്വേ ചിന്തിക്കാനും നേരെ ചൊവ്വേ ജീവിക്കാനും വേണ്ടിയാണ്. അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. നമുക്ക് കാണാൻ സാധിക്കും, ചിലര് മദ്യപിക്കാതെ അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല, പുകവലിക്കാതിരിക്കാൻ പറ്റത്തില്ല, ഡ്രഗ്സ് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. വേറെ ചിലര് നിർബന്ധിതമായിട്ട് അസഭ്യം പറയുന്നു, അല്ലെങ്കിൽ പരദൂഷണം പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊരു
ശീലമായിട്ട് മാറിയിരിക്കുക. അതിനകത്തെല്ലാം പാപത്തിൻ്റെ കണ്ടന്റ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അതൊരു ദുശീലമായിട്ട് മാറിയിരിക്കുന്നത്. നമ്മളായിട്ട് വരുത്തി വെച്ച കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം നമുക്ക് മദ്യപിക്കാതെ ഉറക്കം വരത്തില്ല, സിഗരറ്റ് വലിക്കാതെ വയറ്റിൽ നിന്ന് പോകത്തില്ല, ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ നമ്മളായിട്ട് വരുത്തി വെച്ചതല്ലേ. മൂന്നാമതൊന്ന് നമുക്ക് കാണാൻ സാധിക്കും, ദുരാശകളെ തൃപ്തിപ്പെടുത്തിയാൽ അത് നിന്നെ ദുശീലത്തിലേക്ക് നയിച്ചിരിക്കും. ദുരാശകൾ യാക്കോസ്ലിയ 1-ാം അധ്യായം 14-15 വചനങ്ങൾ വായിച്ചാൽ ഇക്കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നീ തിന്മയായിട്ടുള്ളവ ചെയ്യുന്നു, അത് അവസാനം ഒരു ശീലം, ദുശീലമായിട്ട് നിന്റെ ജീവിതത്തിൽ മാറുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അതിനെ അവസാനം കൊണ്ട് എത്തിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മരണത്തിൽ. അവസാനമായിട്ട് അല്ലെങ്കിൽ മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ദുശീലങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരമുണ്ട്. പലതരം ദുശീലങ്ങളെ ഏതാനും കാര്യങ്ങളെങ്കിലും, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, സബ്സ്റ്റൻസ് അബ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദുശീലം. ആ ദുശീലം ഇന്ന് ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്ന വ്യക്തികളുണ്ട്. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം എക്സസീവ് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ ഈ ഫോൺ കണ്ടും ടാബ് ഉപയോഗിച്ചും അതേ നോക്കി, അത് ചിലർക്ക് മണിക്കൂറുകളാണ് എക്സസീവ് സ്ക്രീൻ ടൈം. ഇപ്പൊ വന്ന് ഫോൺ കയ്യിൽ നിന്ന് താഴോട്ടൊന്നും വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്ന വ്യക്തികളുണ്ട്. അതൊരു ദുശീലമായിട്ട് മാറിയിരിക്കുക. വേറെ ചിലർക്ക് പുവർ സ്ലീപ്പ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉറങ്ങേണ്ടത് രാത്രിക്കാണ്. നീ രാത്രി മുഴുവനും ഈ സ്ക്രീൻ കണ്ടുകൊണ്ടിരുന്നിട്ട് പകൽ മുഴുവൻ കിടന്ന് ഉറങ്ങുന്ന വ്യക്തികളുണ്ട്. അതൊരു ദുശീലമാണ്, നമ്മുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ദുശീലം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ചിലർക്ക് ഓവർ ഈറ്റിംഗ്, അതുപോലെ തന്നെ മാറ്റിവെക്കൽ. ഒരു കാര്യം അവർ സമയത്ത് ചെയ്യത്തില്ല, നാളെയാകാം അങ്ങനെ മാറ്റിവെക്കുന്ന ഒരവസ്ഥ. ഇംഗ്ലീഷിൽ പറയും പ്രോക്രാസ്റ്റിനേഷൻ, മാറ്റിവെക്കുന്ന ആ ഒരവസ്ഥ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പാരപണിയുന്ന സ്വഭാവം ചിലരുടെ ശീലമായിട്ട് മാറിയിരിക്കുക. ഇനി അവർക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. വഴി തടയുക, അതുപോലെ തന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക്, സ്വയം ഇങ്ങനെ എന്നെ ഒന്നിനും കൊള്ളില്ല, അതിങ്ങനെ ഒരു ശീലമായിട്ട് മാറിയിരിക്കുക ഈ സംസാരം. ഇതെല്ലാം ദുശീലങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതാണ്. ഇനി ഇതിന് പരിഹാരമുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ദുശീലം മാറ്റിയെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞാനായിട്ട് അങ്ങോട്ട് എൻ്റെ കഴിവ് കൊണ്ട് അത് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് അപകടമാണ്. അതിന് പകരം ദൈവത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ, ദൈവകൃപയുണ്ടെങ്കിൽ എനിക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. ആ രീതിയിൽ ഒന്ന് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ദുശീലങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് മനസ്സ് വയ്ക്കുക. പ്രഭാഷകൻ 15:15 പറഞ്ഞിട്ടുണ്ട്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റും, മനസ്സ് വെച്ചാൽ നിനക്ക് ദുശീലങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. അവർ തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.